ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേപ്പൂരിൽ താൻ പരാജയപ്പെട്ടാൽ തല മൊട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് കിഡ്സൺ കോർണറിൽ നടക്കുമെന്ന് UDF സ്ഥാനാർത്ഥി PV അൻവർ. എക്സിറ്റ് പോളുകളുടെ പ്രവചനത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വീട്ടിനുള്ളിലുണ്ടായ തീപിടുത്തത്തിൽ വീട്ടമ്മ മരണപ്പെട്ടു. ISM ആദർശ സമ്മേളനങ്ങൾക്ക് മെയ് 1 കാരന്തൂരിൽ തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബേപ്പൂരിൽ താൻ പരാജയപ്പെട്ടാൽ മൊട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമെന്ന് UDF സ്ഥാനാർത്ഥി PV അൻവർ. ഫറോക്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അൻവർ. ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ ഇടതുപക്ഷത്തെ തകർക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ ഇപ്പോഴും പറയാണ്, അടിവരയിട്ട് പറയാണ്, അത് മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയിലും ഗവൺമെന്റിലും ഉണ്ടായ അപ്രമാദിത്വമാണ്. ആ അപ്രമാദിത്വം പാർട്ടിയെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് കേരളത്തിലുടനീളം. പാർട്ടിയുടെ യഥാർത്ഥ ഉന്നതരായ ലീഡർഷിപ്പിനെ മുഴുവൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നിയന്ത്രണത്തിൽ മാത്രം നടക്കുന്ന ഒരു പാർട്ടിയായി CPM-നെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. അതിന് കൊടപിടിച്ചതും അതിനോടൊപ്പം നിന്നതും ഈ പറയുന്ന മുഹമ്മദ് റിയാസാണ്. അതിന് വളം വെച്ച് കൊടുത്തത് പാർട്ടി സെക്രട്ടറിയാണ്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ കുടുംബാധിപത്യ രാഷ്ട്രീയം ഈ സംവിധാനത്തെ തന്നെ, ഇടതുപക്ഷ സംവിധാനത്തെ തന്നെ തകർത്ത് കളയും എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഉടനീളം മണ്ഡലങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ CPM-നെ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്ന കുറച്ച് സഖാക്കളുണ്ട്. എല്ലാ മണ്ഡലത്തിലും എല്ലാ ബ്രാഞ്ചിലും ഉണ്ടാവും. അവരാണ് ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കൽ. അവരൊക്കെ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു, തളർന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പം രാവിലെ ഇരുന്നിട്ട് മുഹമ്മദ് റിയാസ് കൊടുക്കുന്ന പ്രസ്താവനകൾ, ഇൻട്രാക്ഷൻസ് ഞാൻ കണ്ടു. എന്താ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? 82,000 വോട്ട്, സർവകാല റെക്കോർഡ്. ആ വോട്ടിന് മേലെ ഞാൻ ജയിക്കുന്ന അദ്ദേഹം ഇപ്പോഴും ഇന്ന് രാവിലെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വെല്ലുവിളി ആ പറയുന്ന ആത്മവിശ്വാസത്തിൽ സത്യസന്ധമായിട്ടാണ് ബേപ്പൂരിലെ വോട്ടർമാരോട് അദ്ദേഹം അത് പറയുന്നെങ്കിൽ, ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എക്സിറ്റ് പോളുകളുടെ പ്രവചനത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോള് അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു നിലയല്ല. അത് അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. അതാണ് പൊതുവായിട്ടുള്ള ഞാൻ പരിശോധിച്ച സമയത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു വിശകലനം. അതാണ്. അതിനുള്ള പല കാരണങ്ങളുമുണ്ട്. ഇതിന്റെ വിവിധ സാമൂഹ്യ ഘടകങ്ങൾ അവർ പരിശോധിച്ചപ്പോൾ വസ്തുതാവിരുദ്ധമായ പല അഭിപ്രായങ്ങളും അവർ ഈ വിശകലനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം എക്സിറ്റ് പോളിന്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള ഒരു നിലപാട് കേരളത്തിന്റെ യഥാർത്ഥ വിധിയുമായി ബന്ധപ്പെടുന്നതല്ല
എന്നതാണ് എൻ്റെ അഭിപ്രായം. ഭരണത്തുടർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ച ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അത് ഇത്ര സീറ്റ് അല്ലെങ്കിൽ ഈ ഇന്ന മണ്ഡലങ്ങൾ അത് അങ്ങനെ ഇപ്പോൾ ഒരു വിശകലനം നടത്തി പറയുന്നത് ശരിയല്ല. ഒരു ജനറലായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇപ്പോൾ LDF-ന് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് ഞാനിപ്പോൾ പ്രവചിക്കാൻ തയ്യാറാകുന്നില്ല. നേരത്തെ തന്നെ ചില വിശകലനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലയിൽ മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിച്ചത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് 90 സീറ്റിലധികം കിട്ടും. അത് അദ്ദേഹത്തിന്റെ ഒരു വിശകലനം. അത് അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്ര സീറ്റ് കിട്ടും എന്നുള്ള ഒരു വിശകലനത്തിലേക്ക് എത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വീടിനുള്ളിലുണ്ടായ തീപിടുത്തത്തിൽ വീട്ടമ്മ മരണപ്പെട്ടു. കുറ്റ്യാടി കൊടക്കൽ തറവട്ടത്ത് സുബൈറിന്റെ ഭാര്യ 42 വയസ്സുള്ള നുസ്രത്താണ് മരിച്ചത്. നാദാപുരം പാറക്കടവ് സ്വദേശിനിയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ വീട്ടിനുള്ളിൽ നിന്നുമുള്ള നിലവിളി അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ആളുകൾ ഓടിക്കൂടുമ്പോൾ വീട്ടിനുള്ളിൽ നിന്നും വലിയ പുക ഉയരുന്നത് കണ്ടു. വീട്ടിനുള്ളിൽ ഈ സമയം മറ്റാരുമുണ്ടായിരുന്നില്ല. വീട്ടിനകത്തെ സോഫയും പ്ലഗും കത്തി നശിച്ച നിലയിലാണ്. അയൽവാസികൾ വീട്ടിനുള്ളിൽ കയറുമ്പോഴേക്കും ശരീരം ഏറെക്കുറെ കത്തി തീർന്നിരുന്നു. ഇന്ന് കൊടക്കല് തറവട്ടത്ത് സുബൈറിന്റെ ഭാര്യ നുസ്രത്ത് എന്നുള്ളത് ആണ്. ഏകദേശം വൈകുന്നേരം 4 മണിയോടുകൂടി വീട്ടിൽ നിന്ന് തീപിടിച്ചാണ്. അത് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇവിടെ മരണം സ്ഥിരീകരിച്ച് 80% പൊള്ളലേറ്റിട്ടുണ്ട്. ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ നുസ്രത്തിനെ കുറ്റ്യാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. റിസ്വാൻ, ഹിബ, ഹൈമ എന്നിവരാണ് മക്കൾ. പെട്ടെന്നുണ്ടായ അത്യാഹിതത്തിന്റെ നടുങ്ങലിലാണ് കൊടക്കൽ പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇലാഫ് കോഴിക്കോട് സൗത്ത് ജില്ലാ വിങ്ങിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് സൗജന്യ സംഭാര വിതരണം ആരംഭിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ കവിത സി സംഭാര വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കടുത്ത വേനൽ ചൂടിൽ വലയുന്ന പൊതുജനങ്ങൾക്കും രോഗികൾക്കും ബന്ധുക്കൾക്കും ആശ്വാസമായി ISM-ന്റെ സാമൂഹ്യ ക്ഷേമ വിങ്ങായ ഇലാഫ് കോഴിക്കോട് സൗത്ത് ജില്ലാ വിങ്ങിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ സംഭാര വിതരണം ആരംഭിച്ചത്. ദിനംപ്രതി വലിയ തിരക്ക് അനുഭവപ്പെടുന്ന മെഡിക്കൽ കോളേജ് മേഖലയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും യാത്രക്കാർക്കും ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഭാര വിതരണം ആരംഭിച്ചത്. KNM കൾച്ചറൽ സെന്ററിന് മുന്നിൽ നടന്ന ചടങ്ങ് കോർപ്പറേഷൻ കൌൺസിലർ സി കവിത ഉദ്ഘാടനം ചെയ്തു. ചൂടുമൂലം ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരെ സഹായിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ പ്രസക്തമാണെന്നും യുവജന സംഘടനകൾ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്നത് അഭിനന്ദനാർഹമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഇലാഫ് കൺവീനർ മുജീബ് പൊറ്റമ്മൽ, KNM ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP അബ്ദുൽ ലത്തീഫ്, ISM ജില്ലാ ട്രഷറർ അസ്ലം, MG നഗർ, മുനീർ ഷഫീഖ് കോവൂർ, ഷബീർ മായനാട്, ഹബീബ് റഹ്മാൻ, മുഹമ്മദ് കോയ കോവൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ISM ആദർശ സമ്മേളനങ്ങൾക്ക് മെയ് 1 കാരന്തൂരിൽ തുടക്കമാകും. കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് PP മുഹമ്മദ് മദനി ഉദ്ഘാടനം ചെയ്യും. ISM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ കേരള ഐക്യസംഘം, അതുപോലെ തന്നെ അതിന്റെ പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമയും എല്ലാം തന്നെ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ ശക്തമായി പടപൊരുതിയിട്ടുണ്ട്.
അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമ്മേളനം കാരന്തൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. തുടർന്ന് പട്ടാമ്പി, മമ്പുറം എന്നീ സ്ഥലങ്ങളിൽ വെച്ചും ഇത്തരത്തിലുള്ള ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സമുദായം പൊറുക്കാത്ത സമസ്തയുടെ അപരാധങ്ങൾ എന്ന ടൈറ്റിലാണ് ഈ ഒരു ആദർശ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കാരന്തൂർ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ISM ആദർശ സമ്മേളനം നടക്കുക. സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സമുദായം പൊറുക്കാത്ത സമസ്ത അപരാധങ്ങൾ എന്ന പ്രമേയത്തിലാണ് സമ്മേളനങ്ങൾ നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി മമ്പുറം, പാണ്ടിക്കാട് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിലും ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് PP മുഹമ്മദ് മദനി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ C മരക്കാരുട്ടി, വളപ്പിൽ അബ്ദുൽ സലാം, ഹാഫിസ് റഹ്മാൻ, റഹ്മത്തുള്ള സൊലാഹി, അസ്ലം, MG നഗർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമൂഹ്യക്ഷേമ വിഷയം പ്രമേയമാക്കി കളങ്കമില്ലാത്ത ചങ്ങാത്തത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ദൃശ്യഗീതം ചങ്ങാത്തം പ്രകാശനം മെയ് 3 കോഴിക്കോട്ട് നടക്കും. ആൽബിൻ ക്രിയേഷൻസ് ഒരുക്കിയ ആൽബത്തിന്റെ പ്രകാശനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൈതപ്രത്തിന്റെ മകൻ ദീപാങ്കുറിന്റെ മകൻ ദേവാങ്കും ഇതിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു അപൂർവതയാണ്. അച്ഛനും മകനും പേരക്കുട്ടിയും ഒരുമിച്ച് പേര് സൂചിപ്പിക്കുന്ന പോലെ അതിലും ഒരു വല്ലാത്ത ചങ്ങാത്തം. പിന്നെ ഈ ചങ്ങാത്തം രൂപപ്പെടുത്തിയത് നമ്മുടെ നാട്ടിലെ നെടുവണ്ണൂരിലെ ഒരു സ്നേഹ കൂട്ടായ്മയാണ്. ചങ്ങാത്തം ദൃശ്യഗീതത്തിന്റെ സംഗീതം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഓർക്കസ്ട്രേഷൻ ദീപാങ്കുരൻ കൈതപ്രം, ഗാനരചന മുഹമ്മദ് C അച്ചിയത്ത്, നിർമ്മാണം കഥാ സംവിധാനം പ്രജിത്ത് നടുവണ്ണൂർ, ആലാപനം തീർത്ഥ സുഭാഷ്, ഹരിചന്ദ്ര എന്നിവരാണ് നിർവഹിച്ചത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ദീപാങ്കുരൻ കൈതപ്രവും മകൻ ദേവാങ്ക് കൈതപ്രവും ഗായികമാരോടും കലാകാരന്മാരോടുമൊപ്പം അഭിനയിച്ച ദൃശ്യഗീതമാണ് ചങ്ങാത്തം. കോഴിക്കോട് വേദി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രകാശന ചടങ്ങിൽ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സ്നേഹാദരം, ഉപഹാര സമർപ്പണം, കൈതപ്രം സംഗീതിക ഗാനാലാപന പരിപാടി എന്നിവയും ഉണ്ടാകും. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും MK രാഘവൻ MP നിർവഹിക്കും. സച്ചിൻ ദേവ് MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചങ്ങാത്തം ദൃശ്യഗീതം പ്രകാശനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രജിത്ത് നടുവണ്ണൂർ, മുഹമ്മദ് C അച്ചിയത്ത്, റിജീഷ് ഉണ്ണികൃഷ്ണൻ, സാവിത്രി നിർമ്മല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നടുവട്ടത്ത് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖ പ്രവർത്തനം ആരംഭിച്ചു. ശാഖയുടെ ഉദ്ഘാടനം ബാങ്ക് സോണൽ മാനേജർ A മുരളി നിർവഹിച്ചു. ബേപ്പൂർ നടുവട്ടം പരച്ചനങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് ഓഫ് ഇന്ത്യ ബേപ്പൂർ ശാഖ ബാങ്ക് സോണൽ മാനേജർ A മുരളി ഉദ്ഘാടനം ചെയ്തു. Even Indian Bank and Allahabad Bank, even though they have merged, then also their business mix as well as their branches, business size, everything is less than us. This is regarding our bank as a nutshell. Regarding our Kerala zone means Ernakulam zone. It consists of, previously only Kerala zone was there, now there are 2 zones, Trivandrum district and 5 more districts covering
it is 40 odd branches in Trivandrum zonal office, and Ernakulam zone covers 8 districts from Ernakulam to Kasaragod, consists of 74 branches, and we are having a total business mix of 9,800 crores, and we are by June quarter we will achieve the milestone figure of 10,000 crores for our Ernakulam zone. ശാഖാ മാനേജർ DM ജിഷ, ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി G സനിൽകുമാർ, സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറി സന്ദീപ് നാരായണൻ, വെൽഫെയർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി VA ശിവൻ, ക്രെഡിറ്റ് ഓഫീസർ അരുന്ധതി M കൃഷ്ണ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ലക്ഷദ്വീപിൽ നിന്നുള്ള നൂർ നസീറ വർണ്ണാലയം കപ്പിൾസിന്റെ ചിത്ര പ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ആർട്ടിസ്റ്റ് മദനൻ അധ്യക്ഷനായ ചടങ്ങിൽ NKP മുത്തുക്കോയ ഓൺലൈനായി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷദ്വീപിലെ ആഴക്കടലിലേക്ക് സ്കൂബ ഡൈവിംഗ് നടത്തി കപ്പലുകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം ശേഖരിക്കുന്നവർ, കടലിനടിയിൽ ഊളിയിട്ട് നീങ്ങുന്ന വ്യത്യസ്ത ഇനം വർണ്ണ മത്സ്യങ്ങൾ, പവിഴപ്പുറ്റുകൾ, ജെല്ലി ഫിഷ്, ബട്ടർഫ്ലൈ ഫിഷ്, കടൽ വെള്ളരിക്കകൾ, സമുദ്രത്തിലെ തിരമാലകൾക്കടിയിലെ കാണാ കാഴ്ചകളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി നിറയെ. വർണ്ണാലയം കപ്പിൾസ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിൽ നിന്നുള്ള ദമ്പതിമാരായ മുഹമ്മദ് നൂറിന്റെയും നസീറയുടെയും ചിത്ര പ്രദർശനത്തിനുള്ള കാഴ്ചകളാണിവ. അക്രിലിക്കിൽ മിഴി തുറക്കുന്ന ചിത്രക്കാഴ്ചകളുമായി ഏക് ദുനിയ ലഹ്റം കെ നീച്ചെ ചിത്ര പ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. പല സമയത്തായി ലക്ഷദ്വീപിലെ കടലാഴങ്ങളിൽ സ്കൂബ ഡൈവിംഗ് നടത്തിയും ഗ്ലാസ് ബോട്ടിൽ സഞ്ചരിച്ചും നേരിൽ കണ്ട ദൃശ്യങ്ങളാണ് ക്യാൻവാസിലേക്ക് പകർത്തിയത്. റിട്ടയർഡ് അഖിലേന്ത്യാ പെയിന്റിംഗ് എക്സിബിഷൻ ഓഫീസർ NKP മുത്തുക്കോയ ലക്ഷദ്വീപിൽ നിന്നും ഓൺലൈനായി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആർട്ടിസ്റ്റ് മദനൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുല്ലക്കോയ, ഡോക്ടർ കബീർ, KP മുത്തുക്കോയ, PT ഹംസ, അഫ്സൽ വെള്ളിപ്പറമ്പ്, സിറാജ് കോയ, ശശി മോങ്ങം, ഷാജി കുന്നമംഗലം എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാജുകാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമിയുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് കോഴിക്കോട്ട് നടന്നു. ഗ്രാൻഡ് മാസ്റ്റർ ഷിഹാൻ M ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കാജുകാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമിയുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്നു. ഗ്രാൻഡ് മാസ്റ്റർ ഷിഹാൻ M ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ക്യോഷി PK ജയരാജ്, ക്യോഷി CP രാഗേഷ് എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ കാജുകാഡോ കരാട്ടെ രക്ഷാകർതൃ സമിതി അംഗമായ പാലക്കാട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ച ഉണ്ണികൃഷ്ണനെ കാജുകാഡോ കരാട്ടെ ഗ്രാൻഡ് മാസ്റ്റർ ഷിഹാൻ M ദിലീപ് കുമാർ ഷാൾ അണിയിച്ചും രക്ഷാധികാരി പ്രസന്ന ടീച്ചർ ഉപഹാരം നൽകിയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷന്റെ 16ാം സംസ്ഥാന സമ്മേളനം മെയ് 1-2 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും.
സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിക്കും. MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, MK മുനീർ തുടങ്ങിയവരും സംബന്ധിക്കും. മേയർ O സദാശിവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ എന്നിവർ വിശിഷ്ടാതിഥികളായി എത്തും. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 100 കണക്കിന് പ്രിൻസിപ്പലുമാർ പ്രതിനിധികളായി പങ്കെടുക്കും. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന 70 പ്രിൻസിപ്പൽമാരെയും പ്രത്യേക അവാർഡിന് അർഹരായ 7 പ്രിൻസിപ്പൽമാരെയും സമ്മേളനത്തിൽ ആദരിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് പ്രിൻസിപ്പൽ ടീം അവതരിപ്പിക്കുന്ന പ്രത്യേക കലാവിരുന്നും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ KHSPA സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ N സക്കീർ സൈനുദ്ദീൻ, ട്രഷറർ ഷാമിനി EK, സ്വാഗത സംഘം ജനറൽ കൺവീനർ അബ്ദുൽ നാസർ K തുടങ്ങിയവർ സംബന്ധിച്ചു. അലൂമിനിയം ഡീലേഴ്സ് ഫോറത്തിന്റെ 6ാമത് സംസ്ഥാന സമ്മേളനം മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. പുതിയ കേരളം പുതിയ നിർമ്മാണ രീതി എന്ന ആശയത്തിലൂന്നി വിവിധ പരിപാടികൾ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. സെമിനാറുകളും കോൺക്ലേവുകളും പുതിയ ഉൽപ്പന്നങ്ങളും നിർമ്മാണ രീതികളും പരിചയപ്പെടുത്തുന്ന ഡെമോൺസ്ട്രേഷനുകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. എല്ലാ ദിവസവും കലാസന്ധ്യകളും സമ്മേളനത്തോടനുബന്ധിച്ച് അരങ്ങിലെത്തും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സജൽ മുഹമ്മദ്, സംഘാടക സമിതി കൺവീനർ ഫൈസൽ KT, പബ്ലിസിറ്റി കൺവീനർ സുധീന്ദ്രൻ KR തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേപ്പൂരിൽ താൻ പരാജയപ്പെട്ടാൽ തല മൊട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് കിഡ്സൺ കോർണറിൽ നടക്കുമെന്ന് UDF സ്ഥാനാർത്ഥി PV അൻവർ. എക്സിറ്റ് പോളുകളുടെ പ്രവചനത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വീട്ടിനുള്ളിലുണ്ടായ തീപിടുത്തത്തിൽ വീട്ടമ്മ മരണപ്പെട്ടു. ISM ആദർശ സമ്മേളനങ്ങൾക്ക് മെയ് 1 കാരന്തൂരിൽ തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.